എക്സാമിനേഷന്റെ റിസൾട്ട് വരുന്ന സമയത്ത് പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഉദ്ദേശിച്ചത്ര മാർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി എന്നൊക്കെ. സോ ഇത് പലപ്പോഴും കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര നേരം പഠിച്ചു, എത്ര മണിക്കൂർ പഠിച്ചു, എത്ര ഉറക്കമൊഴിച്ച് പഠിച്ചു, എത്ര തവണ റിവൈസ് ചെയ്തു എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ മാർക്കിനെ ബാധിക്കുന്ന ക്രൈറ്റീരിയ അല്ല. 1-2 മണിക്കൂർ നേരത്തെ എക്സാമിനുള്ളിൽ ആ പേപ്പറിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ആൻസേഴ്സിനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ റൈറ്റിംഗ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സ്കില്ലാണ്. സോ അതെങ്ങനെ എഴുതിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്യാറുള്ള ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറയട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ പലപ്പോഴും ഇടാറില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ വിസിബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ മാർജിനിൽ എഴുതാതെ ആൻസർ എഴുതേണ്ട സ്ഥലത്ത് എഴുതി വെക്കും. തീർച്ചയായിട്ടും ഈ നമ്മുടെ പേപ്പർ നോക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടില്ല. സോ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിച്ചോളൂ, പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ വിസിബിൾ അല്ല എന്ന് വിചാരിക്കുക, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് 10 മാർക്ക് പോയി എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊരു മിസ്റ്റേക്ക് സാധാരണ നിങ്ങൾ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് മുഴുവൻ വായിച്ചു നോക്കാതെ, അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ കാണിക്കാതെ, നമുക്ക് അറിയുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നതെല്ലാം എഴുതി വെക്കും. എന്നാൽ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് മാത്രം നമ്മൾ എഴുതി വെക്കാൻ മറന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 1-2 തവണ വായിച്ച് അതിൽ എന്താണ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിന്റെ പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ചോദിച്ചിട്ടുള്ളത്? അഡ്വാൻറ്റേജസ്. അങ്ങനെയാണെങ്കിൽ ആ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഉത്തരം. അതിന് പകരം ഡിസഡ്വാൻറ്റേജസോ പ്രിൻസിപ്പിൾസോ കോൺസെപ്റ്റ്സോ നിങ്ങൾ എഴുതിയോണം എഴുതി വെച്ചിട്ട് യാതൊരു കാര്യമില്ല, അതിന് ചിലപ്പോൾ മാർക്ക് കിട്ടിയെന്ന് വരില്ല. പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. എന്താണ് ക്വസ്റ്റ്യനിൽ ഡിമാൻഡ് ചെയ്യുന്നത് അതിനെ നിങ്ങൾ എഴുതാൻ മറക്കരുത്. സോ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം നമ്മളത് ജസ്റ്റ് വായിക്കുക. വായിച്ച് എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക. സോ ആദ്യം പാർട്ട് എ എഴുതണോ, പാർട്ട് ബി എഴുതണോ, പാർട്ട് സി എഴുതണോ, പാർട്ട് ഡി എഴുതണോ, അല്ലെങ്കിൽ ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈമിനെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ കറക്റ്റ് ആയിട്ട് പാർട്ട് എ നമ്മൾ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, പാർട്ട് ബി ഒരു 1 അവറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, ദെൻ പാർട്ട് സി ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, ബാക്കി പാർട്ട് ബിക്ക് എഴുതാനുള്ളതാണ്. ഈ രീതിയിൽ നമ്മൾ അതിനെ പ്ലാൻ ചെയ്തിട്ട് വേണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അറിയുന്ന ആൻസേഴ്സിനെ ആദ്യം എഴുതുക, അറിയാത്ത ആൻസേഴ്സിനെ ലാസ്റ്റിലേക്ക് വെക്കുക. അത് നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് കൂട്ടും. അതായത് ഇപ്പോൾ പാർട്ട് എയിൽ 1-2 നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 എന്ന് തുടങ്ങി 3ന്റെ ആൻസർ മുതൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതായത് അങ്ങനെ നല്ല അറിയുന്ന ആൻസേഴ്സ് നമ്മൾ ആദ്യം എഴുതി പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. അതേസമയം നമ്മൾ അറിയാത്ത ആൻസറിലേക്കാണ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയുന്നില്ല, എഴുതാൻ കിട്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അറിയാത്ത ഉത്തരം ആലോചിച്ച് നമ്മൾ ഒരുപാട് സമയം പോകും. അത് നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. സോ അത് നമ്മുടെ ഹോൾ ആ ഒരു എക്സാമിനേഷനിൽ നമ്മളെ അത് മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൻസേഴ്സിനെ ആദ്യം എഴുതുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വലിച്ചു വാരി എഴുതുന്ന സ്വഭാവമുള്ള പലരും ഉണ്ട്. സോ അതൊന്നും ഒട്ടും അട്രാക്റ്റീവ് അല്ല. അപ്പോൾ നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യന്റെ ആൻസർ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും, എസ്പെഷ്യലി നമ്മളൊരു എസ്സേയോ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യനോ ഒക്കെ പോലെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ ചോദിച്ചിട്ടുള്ളത് എന്താണോ, അതിപ്പോൾ അഡ്വാൻറ്റേജസ് എന്നാണെങ്കിൽ അഡ്വാൻറ്റേജസ് എഴുതിയിട്ട് പോയിന്റ്സ് ആയിട്ട് അതിന്റെ ആൻസേഴ്സ് എഴുതുക. ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് എഴുതിയിട്ട് പോയിന്റ്സ് ആയിട്ട് അതിന്റെ ആൻസേഴ്സ് എഴുതുക. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു കൺക്ലൂഷൻ കൊടുക്കുക. അതായത് വളരെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വലിച്ചു വാരി എസ്സേ പോലെ എഴുതുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വാളിറ്റി മാറ്റേഴ്സ് മോർ ദാൻ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. അതായത് വെറുതെ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതി പേജ് നിറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് കിട്ടുന്നില്ല. അതിലെ ആൻസേഴ്സ് റൈറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നു. അതായത് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. എന്നാൽ അറിയാത്ത ആൻസേഴ്സിനെ നിങ്ങൾ ആവശ്യമില്ലാതെ വലിച്ചു നീട്ടി കൊണ്ടുപോയത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യാതൊരു യൂസും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളുടെ ആൻസർ ഷീറ്റ് എപ്പോഴും പ്ലീസിംഗ് ആവുന്ന രീതിയിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത വിട്ടുതിരുത്തലുകൾ മാക്സിമം ഒഴിവാക്കുക. ഏതെങ്കിലും സംഭവം നമുക്ക് വെട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു വര മാത്രം വരച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കുക. ചില കുട്ടികൾ ഇങ്ങനെ അതിലിങ്ങനെ വരച്ച് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റി വെക്കുക. അതേപോലെ തന്നെ മാർജിൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഓരോ ആൻസർ കഴിയുമ്പോഴും നീറ്റായിട്ട് ജസ്റ്റ് ഒരു പെൻസിൽ വെച്ചിട്ട് ഒരു വര വരയ്ക്കുക. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സിന്റെ താഴെ എല്ലാം അണ്ടർലൈൻ ചെയ്യുക. ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് പോയിന്റ്സ് ക്യാച്ച് ചെയ്യാനും മാർക്ക് വീഴ്ത്താനുള്ള ഒരു സ്കോപ്പുള്ള കാര്യമാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഓരോ സെക്ഷനും ഇത്ര സമയം എന്നുള്ളത് നമ്മൾ അലോട്ട് ചെയ്തത് പ്രകാരം തന്നെ
ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. സോ ഇങ്ങനെ ഒരു ടൈമിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ എഴുതിയ റിവൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ടൈം കിട്ടുന്നതെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആ റിവൈസ് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇട്ടിട്ടില്ലേ, എല്ലാ ആൻസേഴ്സിനും ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പലപ്പോഴും നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടോ ചിലപ്പോൾ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടോ ആയിരിക്കില്ല മാർക്ക് നിങ്ങൾക്ക് മിസ്സാവുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അശ്രദ്ധകളാണ് നിങ്ങൾക്ക് പലപ്പോഴും മാർക്ക് കുറയ്ക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക് യു.